ആക്ച്വലി കഴിഞ്ഞ ദിവസത്തിന് സമാനമായി അതിന്റെ തുടർച്ചയെന്നോണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുതിയൊരു ഓഡിയോ കൂടി പുറത്തു വന്നിരുന്നു ഇന്ന് തന്നെ. അതിൽ ആ യുവതിയോട് ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. അതായത് യുവതി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ തിരിച്ച് താൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ കുട്ടി പറയുന്നത് അത്രയും കാലം മനസ്സിലാക്കിയതുകൊണ്ടാണ് പേര് പോലും പറയാതെ ഇത്രയും നേരം കൊണ്ടുപോയതെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ആകെ അക്ഷമനായി നിൽക്കുന്ന നേതാവിനെയാണ് കാണുന്നത്. ആ ഒരു ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിൽ സമ്മർദ്ദം വന്നു കാണണം. അതിന് പിന്നാലെയാണ് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കൃത്യമായ നടപടി ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. അതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി വാർത്താ സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. നീണ്ടുപോവുകയായിരുന്നു 4 മണിയോളം, 4 മണിക്ക് എന്തോ പറയുന്നത് നീണ്ടുപോയി 4:30 ആയപ്പോൾ ഒഫീഷ്യലി പറയുന്നു അതിൽ നിന്ന് പിന്മാറി, വാർത്താ സമ്മേളനം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ കോൺഗ്രസിനുള്ളിൽ നടന്നു എന്നത് വ്യക്തമാണ്. അതായത് AICCയുമായിട്ട് ബന്ധപ്പെട്ട ഡൽഹിയിലെ ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലത്തേക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് തൽക്കാലം വാർത്താ സമ്മേളനം നടത്തേണ്ട, രാജ്യപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ വാർത്താ ചാനലുകൾക്ക് പോലും അവസാനം ഇതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ആ ഒരു വാർത്താ സമ്മേളനം മാറ്റി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഉന്നതൻ ഇടപെട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ കോംപ്രമൈസ് ചെയ്തു. തൽക്കാലത്തേക്ക് വാർത്താ സമ്മേളനം നടത്തേണ്ട രീതിയിലേക്ക് എത്തിപ്പെട്ടു. ഇവിടെ വ്യക്തമാണ്, പാർട്ടി തന്നെ ഇപ്പോൾ ഒരു രണ്ട് തട്ടിലാവുന്ന ഒരു അവസ്ഥയാണ്. അതായത് പാർട്ടിയിലെ സംസ്ഥാന നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾ ഒരു വശത്തും, അതുപോലെ തന്നെ മറുവിഭാഗം രാഹുൽ പക്ഷേ ഷാഫി പറമ്പിൽ അടക്കമുള്ള രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ മറ്റൊരു പക്ഷമായിട്ട് രണ്ട് തട്ടിലായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡയറക്റ്റായിട്ട് ഡൽഹിയിൽ കേന്ദ്ര AICCയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സമ്മർദ്ദം ചെലുത്തി ഈ ഒരു കാര്യത്തിലേക്ക് തൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരുപക്ഷം സംസ്ഥാന നേതാക്കളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. എന്തായാലും വളരെ നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാർത്തകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പോലൊരു ക്ലീൻ, അതായത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ കോൺഗ്രസ് നേതാക്കൾ ശക്തരാണ്, നമുക്കറിയാം. അവരെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു അതായത് LDF പ്രധാനപ്പെട്ടും ഇടതുപക്ഷ സൈബർ സഹാക്കളടക്കം ലക്ഷ്യമിട്ടിരുന്നത്. അവർക്ക് നേരെ ഒരു ആയുധം കിട്ടിയപ്പോൾ അവരത് നല്ല രീതിയിൽ അത് പ്രയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ഭരണപക്ഷത്തിൽ ഒരു MLA മുകേഷ് MLAക്ക് പോലും ഇതിനേക്കാൾ വലിയ രീതിയിൽ ഇത് ഓഡിയോ ഒക്കെ പുറത്ത് വന്നപ്പോൾ പോലും ഇടപെടാത്ത പാർട്ടിയിൽ നിന്നാണ് ഈ ഒരു മുറകളി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കാണേണ്ടത് വ്യക്തിജീവിതത്തെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിജീവിതം മാറ്റി നിർത്തുക, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ അത് നമ്മൾ സംസാരിക്കുക. അതിൽ സംസാരിക്കുമ്പോൾ ഈ ഒരു രാജി അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ടോ ആഷിഖിന്? ഞാൻ ചോദിക്കട്ടെ, എനിക്കിതിൽ തോന്നിയിട്ടുള്ളത്, 2 ദിവസം മുമ്പേ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു. രാജി അനിവാര്യമല്ലായിരുന്നെങ്കിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെക്കരുതായിരുന്നു. തൻ്റെ കൈകളിൽ കറ പുരണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി എന്തിനാണ് രാജിവെച്ചത്? ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയേക്കാൾ ഉയർന്ന പദവിയല്ലേ ഒരു മണ്ഡലത്തിൻ്റെ MLA ആയിരിക്കുക എന്നത്? ജനപ്രതിനിധിയാണ്. ഒരു പാർട്ടിയെ മാത്രമല്ല, ഒരു പാർട്ടിയിലുള്ള യുവാക്കളെ നയിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഒരു മണ്ഡലത്തിലെ MLA. കാരണം അദ്ദേഹത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവിടെ. അല്ലെങ്കിൽ ഷാഫിക്ക് പകരമാണ് അദ്ദേഹം അവിടെ വരുന്നത്. അപ്പോൾ ഷാഫി എന്താണോ ആ മണ്ഡലത്തിൽ നടത്തിയത് അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ പിന്നീട് തുടർ ഭരണത്തിനായി ഷാഫി നിയമിച്ച, അല്ലെങ്കിൽ ഷാഫിയുടെ പിൻഗാമിയായി വന്ന രാഹുൽ മാങ്കൂട്ടത്തെ ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെക്കാൻ അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി ആവശ്യപ്പെട്ടെങ്കിൽ, അത് അവരുടെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. അത് പറ്റി ആലോചിച്ച് ബാക്കിയുള്ളവർ വെറിയിടാവേണ്ട കാര്യമില്ല. പക്ഷേ ഒരു തെറ്റ്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നി രാജിവെച്ചിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും അദ്ദേഹം ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധിയായിട്ട് ഇരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല എന്നാണ്. അവിടെ ഒരു വ്യത്യാസം പാർട്ടിക്കകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്കൊന്നും പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ KPCC അധ്യക്ഷൻ അതുപോലുള്ള കാര്യങ്ങളാണ്. MLA ആയിട്ട് തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്കില്ലോട് കൂടിയാണ് ജയിച്ചത്. മാത്രമല്ല അവരെ പറയാൻ ഒരു ആയുധമാക്കാനുള്ള മറ്റൊരു കാരണമായിട്ട് പറയുന്നത് മുകേഷിനെ തന്നെയാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും മുകേഷിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ എങ്ങനെയാണ് അത് ഈ ഇടതുപക്ഷം ഹാൻഡിൽ ചെയ്തത്, അതുപോലെ തന്നെ വിട്ടേക്കുകയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പുകൾ വന്ന കാര്യങ്ങൾ നോക്കുക, ഒരുമിച്ചല്ല, ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ഇതിനെക്കാട്ടി വലിയൊരു ബ്ലോംബായിരിക്കും ഇനി വരാൻ പോകുന്നത് തന്നെ. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഇറക്കുന്നു. അവിടെ ഒരു നമുക്കൊരു തരത്തിൽ അവരെ നമുക്ക് പറയാം, ഇതിനായിട്ട് അണിയറയിലുള്ളവരെല്ലാം തന്നെ കൃത്യമായിട്ട് അത് നടത്തുന്നതായിരിക്കും. രാഹുലിനെ കൃത്യമായിട്ട് പൂട്ടാനുള്ള വഴികളെല്ലാം തന്നെ നോക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു നേതാവ് വളർന്നു വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ വലിയ രീതിയിലൊരു ഭിന്നത വരാൻ സാധ്യതയുണ്ട്. കാരണം
പലരും പറയുന്നുണ്ട്. ഈ അതിനകത്ത് തന്നെ വലിയ രീതിയിൽ ചരടുവളികൾ നടന്നു തുടങ്ങി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും കഴിവുള്ളയും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെല്ലാം ഒരുപാട് പേര് നിൽപ്പുണ്ട് എന്നൊരു അവകാശവാദമായിട്ട് ഒരു വശത്ത് അവിടെ നിൽപ്പുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ശത്രുക്കളേറുന്നതും വന്നപ്പോൾ ഒരുമിച്ച് അറ്റാക്ക് വരുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ട് അപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ എന്തുകൊണ്ട് മുകേഷ് MLA രാജിവെക്കുന്നില്ല? സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെക്കേണ്ട ആവശ്യമില്ലാതെ പറഞ്ഞു. നമ്മൾ ഇതിന്റെ തീവ്രത കൂടുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരുന്ന ക്ലിപ്പുകൾ, ഓഡിയോ ക്ലിപ്പുകൾ എല്ലാം തന്നെ ആ രീതിയിലേക്ക് മാറുമ്പോഴാണ്. മാത്രമല്ല അത് എങ്ങനെ ഒരു എതിർകക്ഷിക്ക് ആയുധമാക്കുന്നു അതുപോലെ ആയിരിക്കും. നമ്മൾ മുകേഷ് MLA വന്നപ്പോൾ അത് കഴിവുകേടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വിഷയം വന്നെങ്കിൽ അത് രാജിവെപ്പിക്കാൻ പറ്റാത്തത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ കഴിവുകേടെന്ന് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് അത് വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്തിയില്ല? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഇടതുപക്ഷം കൃത്യമായിട്ട് ഒരു ആയുധമാക്കി രാജിയിലേക്ക് സംഭവം വരെ എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പോലും ആ സമ്മർദ്ദമുണ്ട്. മാത്രമല്ല വനിതാ നേതാക്കളടക്കം കടുത്ത അമർശമുണ്ട്. VD സതീശൻ നേരിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഇതെല്ലാം വന്ന സ്ഥിതിക്ക് തന്നെ സ്വാഭാവികമായിട്ടും രാഹുലിന് വേറെ വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു തീവ്രത ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അവസാന നിമിഷം സംസ്ഥാന നേതൃത്വം രക്ഷയില്ലെന്ന് മനസ്സിലായ ഡയറക്റ്റ് കേന്ദ്രമായിട്ട് ഇടപെട്ടതും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇവിടെ ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം കൃത്യമായ സമയത്താണ് ഒരു ദിവസം ഒരു യുവനടി വന്ന് ഒരു ആരോപണം പറയുന്നു. പിറ്റേ ദിവസം കൃത്യമായി ചാനൽ ഒരു ഓഡിയോ ബ്രേക്ക് ചെയ്യുന്നു. അത് കൃത്യമായി അത് കയ്യിൽ വെച്ചുകൊണ്ട് റൈറ്റ് ടൈം നോക്കി പിച്ച് ചെയ്യുന്ന നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ രണ്ട് ഭാഗവും സംസാരിക്കാറുണ്ട്. ഇവിടെ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഉറപ്പായും രാഹുലിനെ കൃത്യമായി വേട്ടയാടുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാം രാഹുൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. രാഹുലിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ച തന്നെയാണ്. അല്ലെങ്കിൽ രാഹുൽ ഒരിക്കലും ഒരു ജനപ്രതിനിധി MLA ആയിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല ചാറ്റിന്റെയും സ്ക്രീൻഷോട്ടുകൾ കണ്ടു. അത് ചിലപ്പോൾ ഒരു പക്ഷേ രാഹുൽ പറഞ്ഞതുപോലെ മാനിപ്പുലേറ്റ് ചെയ്തതാണോ നമുക്കറിയില്ല. ഇനി അത് ഒറിജിനൽ ആണെങ്കിൽ അല്ലെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള ആ ചാറ്റുകളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു MLA ആയിരിക്കും. കാരണം ഒരുപാട് പേരാണ് ഒരു മണ്ഡലത്തിലുള്ള ആളുകൾ ഇപ്പോൾ പ്രായഭേദമന്യെയാണ് ഈ MLA കാണാൻ വരുന്നത്. പല ആവശ്യങ്ങൾക്കായി വരുന്നുണ്ട്. അവരുടെയൊക്കെ നമ്പറുകൾ ഒരുപക്ഷെ MLAക്ക് വാങ്ങേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ MLAയുടെ നമ്പർ അവർ വാങ്ങേണ്ടതായിട്ട് വരും, MLA വിളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടൊക്കെ ഇത്തരത്തിലുള്ള മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഒരു MLA എന്ന് പറയുമ്പോൾ ആ മണ്ഡലം, പാലക്കാട് മണ്ഡലത്തിലൊക്കെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നതാണ്. അപ്പോൾ അവരുടെ എല്ലാം പ്രശ്നങ്ങൾ പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാതിയുമായി MLAയുടെ മുന്നിലേക്ക് വരുമ്പോൾ, യുവാക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ യുവ സ്ത്രീകൾ വരുമ്പോൾ ഇത്തരത്തിലാണ് പ്രതികരണമെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ മുകേഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ രാഹുൽ ഒരു പാർട്ടി പദവി ഓൾറെഡി രാജിവെച്ച് കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? പാർട്ടിയിൽ നിന്ന് അന്വേഷണം വേണം, ഇനി പാർട്ടി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും, അതുകൊണ്ട് അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞു. പാർട്ടിയുടെ ഒരു പൊസിഷനിൽ ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഒരു മണ്ഡലത്തിന്റെ MLA ആയിട്ട് ഇരിക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം അപ്പോഴേ പറയണമായിരുന്നു രാജി ഒന്നിനുമില്ല, ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കും, എന്റെ കയ്യിൽ കറിയില്ല, ഞാൻ തെളിയിക്കും, അതിനെനിക്ക് സമയം വേണം, സാവകാശം വേണം. നമുക്കറിയാം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഇടതുപക്ഷത്തെ പോലെ ഒരു കേഡർ പാർട്ടി അല്ല. അതിൻ്റെതായ ഒരു ഇത് പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് തന്നെയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിന് പറ്റിയൊരു പാളിച്ച ആദ്യം തന്നെ ഈ പരാതികളുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ റിനി അടക്കമുള്ള അവർ രംഗത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് അവിടുത്തെ നേതൃത്വം ആദ്യം തന്നെ അതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തിയില്ല? ഒരു താക്കീത് നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഇത്രയും വലിയ രീതിയിലേക്ക് പോകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ രാഹുലിനെതിരെ പരസ്യമായിട്ട് സംസാരിക്കാൻ ഇടയായത്? ഇതുകൊണ്ട് തന്നെയാണ്. കാരണം ഇനി ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകാം. അപ്പം സ്വാഭാവികമായിട്ടും പാർട്ടി ഇടപെട്ട രാഹുലിന് ഒരു താക്കീത് കൊടുക്കാമായിരുന്നു. എല്ലാം മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴല്ല യഥാർത്ഥത്തിൽ ഒരു നടപടി. ഇപ്പോൾ VD സതീശൻ അതിനുശേഷം എന്ന് പറഞ്ഞത് 24 മണിക്കൂറടക്കം നടപടി ഉണ്ടാകുന്ന പറഞ്ഞാൽ പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷ പദവി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുന്നത്. എന്തുകൊണ്ട് ഇത് നേരത്തെ നടത്തിക്കൂടാ? അവർ നേരത്തെ നമ്മൾ പറയുന്നതാണ്, ഈ VD സതീശൻ അടക്കമുള്ളവർ പറയുന്നത് രാഹുൽ യുവജനങ്ങളുടെ ഇതിപ്പോൾ കേരളത്തിന്റെ മനസ്സിൽ കയറിയ യുവ നേതാവാണെന്നൊക്കെ പറയുന്ന ഒരാളാണ്. ആ സമയത്തും ഈ പരാതികൾ വന്നു കാണുമല്ലോ. അതാണ് പറഞ്ഞത്, പാർട്ടി തമ്മിലുള്ളൊരു വ്യത്യാസം. നമ്മളൊരു കേഡർ പാർട്ടി എന്ന രീതിയിൽ അച്ചടക്കം നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയല്ല, ആരും മുഖവിലേക്ക് എടുത്തില്ലാത്ത രീതിയിലേക്ക് എത്തിയതോടെയാണ് ഇങ്ങനെ കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഒരു വിഷയം വന്നപ്പോൾ ആദ്യം തന്നെ ഇത് കൃത്യമായിട്ടൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ നാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു. മാത്രമല്ല കാലം കൂടെ നോക്കണം, നമ്മൾ ഈ ദിവസങ്ങൾ കൂടി നോക്കണം. റിനി എന്ന് പറയുന്ന ആൾക്ക് എത്തിയ മെസ്സേജുകളെല്ലാം തന്നെ എനിക്കത് ഫെബ്രുവരിക്ക് മുൻപേ അങ്ങോട്ടാണ് തോന്നുന്നു വരുന്നത്. അതിനുശേഷം ഇപ്പോഴാണത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട ചാറ്റുകളെല്ലാം തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന് എത്തും മുൻപ് തന്നെ അയച്ച മെസ്സേജുകളാണെന്ന് തോന്നുന്നുണ്ട്. ഇതിലൊരിക്കലും രാഹുലിനെ ന്യായീകരിക്കുകയല്ല, എന്നാൽ പോലും
അതുകൊണ്ട് നമ്മൾ രണ്ട് ഭാഗം കൂടെ നോക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. വിഗ്രഹങ്ങളൊക്കെ ഉടയുന്ന സംഭവങ്ങളും ഉണ്ടാവും. രാഷ്ട്രീയക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വാർത്താ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് തന്നെ പലരുടെയും വ്യക്തി ജീവിതങ്ങൾ കൂടി അവിടെ നിന്ന് ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തെളിവുകളടക്കം നമ്മുടെ കയ്യിലുമുണ്ട്. പക്ഷേ നമുക്കത് നമ്മൾ ആരെയും ദ്രോഹിക്കാനോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പരസ്യ പ്രസ്താവനകളിലേക്ക് പോകാത്തത്. അതൊക്കെ ഒരു ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാ ഇപ്പോൾ സിനിമാ താരങ്ങളായാലും രാഷ്ട്രീയ നേതാക്കളായാലും അവരുടെ വ്യക്തി ജീവിതം ചൂഴ്ന്നിറങ്ങി പോയി കഴിഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തിയിട്ട് പൊളിറ്റിക്കൽ ലെവലിൽ നമ്മൾ നോക്കുക. കേരളത്തിൽ നമുക്ക് മുഖ്യമന്ത്രിക്കെതിരെ പോലും വെല്ലുവിളിച്ച പ്രതിപക്ഷത്തിന് ഇപ്പം തകർന്ന് അടിഞ്ഞു കിടക്കുന്ന കോൺഗ്രസിനെ കൈപിടിച്ചു നിർത്തുന്ന നേരത്തെ പറഞ്ഞ ഒരു യുവ നേതാക്കളായിരുന്നു രാഹുൽ മാങ്കുടത്തിലായാലും വി ടി ബൽറാമായാലും ഷാഫി പറമ്പിലും ഉള്ളവരായാലും പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് തന്നെ ചവിട്ട് കിട്ടുമ്പോൾ മറ്റ് നേരത്തെ പറയുന്നത് പ്രബലരായ ഒരു ഇടതുപക്ഷ പാർട്ടിക്കാർ എല്ലാവരും കൂടെ വന്ന് ചവിട്ടി മേയേ ഉള്ളൂ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം. ഇവിടെ നേരത്തെ പറയുന്നത് വ്യക്തി ജീവിതം ഒരിക്കലും പൊളിറ്റിക്കൽ, പക്ഷേ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. രാഹുൽ കുറച്ചുകൂടെ പക്വത കാണിച്ചിരുന്നുവെങ്കിൽ, പാർട്ടി നേരത്തെ തിരുത്തിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയ വിവാദങ്ങളിലേക്കോ ഇത്രയും വലിയ പുലികളിലേക്കോ ഒന്നും പോകില്ല. കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ രാഹുലിനെതിരെ പരാതികളൊന്നും പോലീസ് അത് മറ്റൊരു കാര്യം കിട്ടിയിട്ടില്ല. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എന്തൊക്കെ ആരോപണങ്ങൾ ഉയരട്ടെ, ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രമാണ് വരുന്നത്. ഒന്നും പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ അവിടേക്കോ നീളുന്നില്ല. ഒരിക്കൽ പോലും രാഹുൽ മാങ്കുടത്തിന്റെ പേര് ഒരിടത്തും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല, പരാതി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെയാണ് കാരണങ്ങൾ. രാഹുൽ ഇപ്പം നേരത്തെ പറയുന്നത് ഇതെല്ലാം തന്നെ ഒരു നിയമപരമായിട്ട് വരാത്ത സ്ഥിതിക്ക് തന്നെ നമ്മൾ അതിനെയൊക്കെ ഇതൊന്നും നമുക്ക് വാലിഡായിട്ട് പറയാൻ പറ്റില്ല. മാത്രമല്ല ഈ ഓഡിയോ ക്ലിപ്പ് പുറത്ത് വന്നു, ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? ആ കുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. എനിക്കൊന്നു ചാനലുകളാണ് ഇത് പുറത്ത് വിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിനകത്ത് എങ്ങനെ അത് കിട്ടി? സോഴ്സ് എങ്ങനെയാണ്? രാഹുൽ മാങ്കുടത്തിൻ്റെ ശബ്ദമാണെന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയാം, ശരി തന്നെയാണ്. പക്ഷേ ഇത് വാലിഡായിട്ടുള്ള സ്ഥലത്ത് തന്നെ നിന്നാണോ? രാഹുൽ മാങ്കുടത്തിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ കുട്ടി വരണം ആ രംഗത്ത്. ആ ഇരയാകപ്പെട്ട ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കപ്പെട്ട ആ കുട്ടി നേരിട്ട് വന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. അവരൊന്നും വരാത്ത സ്ഥിതിക്ക് നിയമപരമായിട്ട് നമുക്കറിയാം, കോടതിക്ക് ന്യായാധിപൻ അറിയാം ഇവരാണ് കുറ്റവാളി, ഇയാളാണ് നിരപരാധി എന്ന് അറിയാം. പക്ഷേ അവിടെ എപ്പോഴും നിയമങ്ങൾക്കും തെളിവുകൾക്കും മറ്റു നിയമങ്ങൾക്കുമാണ് അവിടെ ഇതുള്ളത്, മുൻഗണനയുള്ളത്. അതനുസരിച്ച് മാത്രമേ ന്യായാധിപന് വിധി പ്രസ്താവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ ഒരു തരത്തിലും ഈ ഒരു തെളിവുകളൊന്നും ഇല്ലാത്ത പരാതിയില്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് നമുക്കതിനകത്തൊരു വെർഡിക്റ്റ് പറയാൻ പറ്റുക? കോടതിക്ക് പോലും ഇതിനകത്ത് പറയാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ അടക്കം ഒരു അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണത്. നമ്മുടെ മനസാക്ഷി കൊണ്ട് നമുക്ക് അറിവ് കൊണ്ടും നമുക്കറിയാം രാഹുലിനെ കുറ്റപ്പെടുത്തി നിർത്താം. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന് മുറവിളി കൂട്ടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാലിഡായിട്ടൊരു പരാതി ഉണ്ടെങ്കിൽ ഇപ്പം മുകേഷിനെതിരെ വാലിഡായിട്ടൊരു പരാതിയും കൊണ്ട്, പീഡന പരാതിയും കൊണ്ട് ആരോപണങ്ങളായിട്ട് സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റായിട്ട് പറയും, പേരെടുത്ത് പറയുകയാണ് വന്നത്. എന്നിട്ട് എന്തുണ്ടായി? അതാണ് ഇവിടെയും വ്യത്യാസം. ഇവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം പറയുകയല്ല യഥാർത്ഥത്തിൽ. നമ്മൾ എല്ലാ കാര്യങ്ങളും പറയേണ്ടതുണ്ട്. നമ്മൾ രാഹുലിനെ ഒരേ സമയം നമ്മളിവിടെ വാദിക്കില്ല. രാഹുലിൻ്റെ തെറ്റുകളെ തെറ്റെന്നും ശരികളെന്നും പറയുന്നതാണ് നമ്മളൊരു നിലപാട്. ഇവിടെ നമ്മൾ രാഹുൽ ചെയ്തത് എല്ലാം തെറ്റെന്ന് അംഗീകരിക്കുന്നില്ല. രാഹുലിൻ്റെ നേരത്തെ പറയുമ്പോൾ തന്നെ രാഹുൽ ചെയ്ത കാര്യങ്ങളിലെ ശരികൾ തെറ്റുകളാണ് നമ്മളിവിടെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മൾ രാഹുലിൻ്റെ ആ ഒരു ഫിഗറിനെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. വാർത്താ ചാനലെല്ലാം കൂടെ താറടിച്ച് കാണിക്കുമ്പോഴും നമ്മൾ തെറ്റുകളും ശരികളുമാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. മാത്രമല്ല MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് രാഹുൽ തന്നെ തീരുമാനിക്കട്ടെ. അതിൽ നിന്ന് എനിക്കൊന്നും, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകട്ടെ. പാർട്ടിക്ക് മുഖം രക്ഷിക്കാനാണെങ്കിൽ ഇനി ഇലക്ഷനൊക്കെ വരാനിരിക്കുകയല്ലേ, പാർട്ടി ഇടപെട്ട് അവർക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റട്ടെ. എന്തായാലും നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് പോയിട്ട് രാഹുലിനെ ഇറക്കി കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ അദ്ദേഹം തന്നെ നിർബന്ധപൂർവ്വം ഒന്ന് ഒപ്പിട്ടാൽ മാത്രമേ രാജി ഒഫീഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതിന് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയാൻ പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദം വരണം, അല്ലെങ്കിൽ സ്വമേധയെ ഒപ്പിടണം. ഇത് മാത്രമേ നിലവിൽ ഒരു ഇതുള്ളൂ. അപ്പം നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും ഇനി വരും മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നതെന്ന്.